നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം കേട്ടോ. ഹായ് ഹലോ, ഞാൻ നിങ്ങളുടെ നാസി. സോ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ അത് ഇന്ന് ബസ്സലക്കറി ആക്കിയിട്ടുണ്ട് ഗായ്സ്. സോ ഒന്ന് നോക്കിയിട്ട് ഉമ്മയോട് പറഞ്ഞ് കുഞ്ഞിക്കടുമ്പാക്ക ഉമ്മാന്ന് പറഞ്ഞ് അങ്ങനെ ഉമ്മ കറിയാക്കി ഞാൻ കുഞ്ഞിക്കടുമ്പാക്കി വെച്ചിട്ടാ. അപ്പോഴത്തേക്കിന് ഒരു അരമണിക്കൂറായി. പിന്നെ അതിന് ടി വി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇന്ന് ഞാനുണ്ടല്ലോ ഒരു സ്ഥലം വരെ പോകുന്നില്ല, രാവിലെ വിടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതാ അയാൾ ഫുൾ റെഡിയാക്കിയിട്ട് എനിക്ക് തരുന്നുണ്ട് ബാഗ് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ സേടുന്നുണ്ടല്ലോ അതിനുണ്ടായ കോയിൻസ്, അതായത് നോട്ട് അവിടെ വെച്ചിട്ട് കോയിൻസ് മാത്രം എടുത്തിട്ട് അവനെ എന്താ പറയുക മണി ബോക്സിൽ ഇടാൻ വേണ്ടിച്ച് വെക്കുന്നില്ല. അവിടെന്നെല്ലാം എടുത്തേക്കുന്നുണ്ട്. അമ്മ ഇത് ഞാൻ എടുക്കട്ടെ അമ്മ എടുത്ത് ചോദിച്ചിട്ടിട്ട് അവൻ എടുക്കുന്നില്ലത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവന് മണി ബോക്സ് ഒന്നും ഉറക്കണമല്ലോ. സോ അതുകൊണ്ട് അവനക്ക് ഈ സേവിങ്സ് ആക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചെറുതിലേ ഓന് സേവിങ്സ് ആക്കും. സോ അതൊരു നല്ല ഹാബിറ്റ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. സോ എനിക്ക് അതന്നെ ശീലം ഞാൻ ആക്കിപ്പിച്ചിന്. എനിക്കും ആ ശീലമുണ്ട്, എനിക്കും ആ ശീലമുണ്ട്. സോ എന്താ പറയല്, പിന്നെ ഉപ്പ ഡെയിലി എനിക്ക് അതേ കണിക്ക് തന്നെ 10 രൂപ അങ്ങനെയെല്ലാം കൊടുക്കട്ടെ. അത് ഓനെ ഇതിലിട്ടിട്ട് വെക്കും. സോ ഇടയ്ക്കിടയ്ക്ക് മറന്നെങ്കിൽ ഓൻ പോയി ചോദിച്ചിട്ട് ഉപ്പാ പൈസ കൊടുത്തു എന്ന് ചോദിച്ചിട്ട്. അത്യാവശ്യം ഓനിക്ക് ഇന്നത്തെ കുരുത്തേഴ് കളിച്ചതിന്, ഓന് വീണതിന്, ഓന് ടി വി വെക്കുന്നതിന് എല്ലാത്തിനും ശമ്പളം എനിക്ക് വേണമല്ലോ. സോ അത് കൃത്യസമയത്ത് ഓന് മഗ്‌രിബ് സമയത്ത് ഉപ്പ വരുമ്പോഴത്തേക്ക് ചോദിക്കൂട്ടെ കൈ നീട്ടേ താന്ന് പറഞ്ഞിട്ട് അവൻ എടുത്തിട്ട് വന്നിട്ട് നമ്മൾക്കൊന്നും തരില്ല കേട്ടോ. അതിലേക്ക് പിന്നെ തരും ഉമ്മനൊക്കെ അറിയും പണ്ടാരത്തിൽ ഇടേണ്ടതെന്ന് പറഞ്ഞിട്ട് ഓൻ വന്നിട്ട് ഓൻ്റെ ഇത് നമ്മൾക്ക് തരികയില്ല കേട്ടോ. പണ്ടാരത്തിൽ ഇടാൻ ഒട്ടും തരില്ല. സോ ഓൻ തന്നെ വന്നിട്ട് നമ്മളെ വിശ്വാസത്തിൽ കൈസ് അത്ര തന്നെ ഓൻ വന്നിട്ട് ഓൻ്റെ മണി ബോക്സിൽ ഇട്ടിച്ച് ഓൻ പോവും. സോ ഇന്നുണ്ടല്ലോ ഞാൻ റെഡിയാകുന്നില്ല ആക്ച്വലി. പിന്നെ എൻ്റെ സ്ഥിരം രണ്ടാമത്തെ പെര എവിടെ ആയിരിക്കാം, അതായത് നമ്മളെ ഹോസ്പിറ്റൽ കൈസ്. സോ എന്ത് പറഞ്ഞെങ്കിൽ എനിക്ക് സ്കാനിങ് എടുക്കാനുണ്ട്. വയറുവേദനയായിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. വേറെ ഒന്നായതല്ല, ഫുഡ് പോയ്സൺ ആയിട്ടുള്ളത് കേട്ടോ. എങ്ങനെ ഫുഡ് പോയ്സൺ ആവുന്നത് എനിക്കറിയില്ല കേട്ടോ. എത്രയോ ദിവസമായി ഞാൻ പുറത്തത്തെ ഫുഡ് കഴിച്ചിട്ട്, വീട്ടിലുണ്ടായ ഫുഡ് മാത്രമേ കഴിക്കുന്നില്ല. ഇത് വോമിറ്റ് സ്റ്റാർട്ടായിട്ട് തന്നെ എനിക്ക് 1 മാസമായി. സോ എന്ത് സംഭവം എന്നറിയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് സ്കാനിങ് ആക്കി നോക്കണം എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നില്ലത്. ചായനെ കൂട്ടിയിട്ട് രാവിലെ പോകുന്നില്ലത് കേട്ടോ, നമ്മളെ കുതിരെ കൊണ്ട് പോകുന്നില്ലത് ഗൈസ്. സോ ഞാനും ചായയും പോകുന്നില്ലത്. എനിക്കിന്ന് കുറേ വീഡിയോ എടുത്ത് തന്നിട്ടുള്ളത് തന്നെ ചായട്ടാ. രാവിലെ വേറൊന്നുമില്ല, ഉള്ളിൽ റോഡിൽ സ്പീഡ് പോകുന്നില്ല. അതായത് 8-8:30 എത്താൻ പറഞ്ഞിട്ട് നമ്മൾ 8:30 ഈടനായിട്ടുണ്ടായിട്ടാ. സോ അതായത് സ്കാനിങ് സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്ക് 25 ആൾക്ക് കൊടുക്കും. പിന്നെ സ്കാനിങ് നിർത്തിക്കും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് പോയെങ്കിൽ അത് നമ്മൾ പോയിട്ടുള്ളത് ഐശാലിട്ടാ. സോ പിന്നെ 3 ആൾക്ക് 10 ആൾക്കൊക്കെ എന്തോ കൊടുക്കുന്നതാണ്. അപ്പം നമ്മൾ ഓടിപ്പോയിട്ടാ നമുക്ക് ടോക്കൺ, അതായത് സ്കാനിങ്ങിന് ടോക്കൺ കിട്ടില്ലെങ്കിൽ പിന്നെ പണി കിട്ടും എന്ന്. അപ്പോഴത്തേക്ക് ഞാൻ പോകുമ്പോഴത്തേക്ക് 2 ആൾ മാത്രമേ ഉണ്ടായത്. സോ അതുകൊണ്ട് ഫസ്റ്റ് ഒരാളുണ്ടായിന്, പിന്നെ ഞാൻ പിന്നെ ആൾക്കാർ വന്നിട്ട്. അപ്പോൾ രണ്ടാമത്തേത് രാവിലെ അത് പേഷ്യൻറ്റിൽ കൊണ്ടുവന്ന് കാഴ്ച കാണുമ്പോൾ ഉള്ളിൽ നിന്ന് തീ പാറുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ കഴിയുന്നില്ല. അപ്പം നമുക്കൊരു സമാധാനം എന്താ വെച്ചെങ്കിൽ വേറെ ഹെൽത്ത് നോക്കുമ്പോഴത്തെ ഒരു സമാധാനം. നമ്മളെക്കാളും അവസ്ഥയിലെത്തിയവരുണ്ടല്ലോ. അപ്പോൾ നമുക്കൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടൊരു ആശ്വസിക്കും, അത്ര തന്നെ. പക്ഷെ നമ്മളെ വേദന നമുക്ക് അറിയൂ, അത് വേറെ കാര്യം. പിന്നെ സ്കാനിങ് ആക്കുന്നവർ സ്ഥിരം അവർ പറയുന്ന മുമ്പേ ഞാൻ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുപോയി. പക്ഷെ മൈൻഡ് പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് വെള്ളം കുടിച്ച പാടും ഞാൻ ഛർദ്ദിക്കും. അതാണ് ഇപ്പോഴത്തുള്ള പ്രശ്നം. പക്ഷെ എങ്ങനെയെന്നറിയില്ല, ഞാനിങ്ങനെ കടിച്ച് പിടിച്ചിട്ടുണ്ടല്ല, എങ്ങനെയല്ലോ ആക്കി ഞാൻ കുറച്ച് നേരം വെള്ളം ഇങ്ങനെ എൻ്റെ ടാസ്ക് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ടോക്കൺ അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് വയറ് ഫുള്ളാക്കണം എന്നാലേ സ്കാനിങ്ങിന് ഇതാക്കുന്നത്. അതുകൊണ്ടുണ്ടല്ല എനിക്ക് എന്താ പറയല്, ഒരിക്കലും ഞാൻ കുടിച്ചിട്ട് ഇതാക്കി. പക്ഷേ അവർ വന്നിട്ട് ബോട്ടിൽ നോക്കി. അപ്പോഴത്തേക്ക് എൻ്റെ കഴിഞ്ഞിട്ടുള്ള ടോക്കൺ എല്ലാം അയക്കുന്നുണ്ട്, പക്ഷെ എന്നെ മാത്രം അയക്കുന്നില്ല. ഞാൻ സങ്കടത്തിലിരിക്കത്തില്ല കേട്ടോ. ശരിക്കും എനിക്ക് ബേജാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തൊക്കെ ഒറ്റക്കുടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂക്കും പിടിച്ച് ചാർത്തി ആടെന്നെ, അതായത് വരുന്നുണ്ട് കേട്ടോ, മൂക്ക് പിടിച്ചിട്ട് ഒറ്റക്കുടി തന്നെ. പിന്നെ അയനെ മിസ്സാന്ന് കേട്ടോ. അയൻ ഇവിടെ വന്നെങ്കിൽ ഈ ക്യാൻറ്റീനും ഈ കളിക്കുന്ന ആടെ ഇരുന്നെങ്കിൽ എന്നെ പൊടി ആക്കിയിട്ട് ഇടും. മെയിൻ ഉദ്ദേശം ഉമ്മാനെ കൂട്ടാത്തത്, ചൈന കൂട്ടാത്തത് തന്നെ എന്നെ ഉമ്മാനെ ഓനെ അതാപത്തേക്കും. അപ്പോഴത്തേക്ക് സ്കാനിങ് ആക്കിയിട്ട് പോയെങ്കിൽ നമുക്ക് വൈകുന്നേരം വന്നിട്ട് ഞാൻ വന്നിട്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ സംഭവം എന്താ വെച്ചെങ്കിൽ ഞാൻ രാവിലെ 8 മണിക്ക് വന്നത് കേട്ടോ. കണ്ട 9:30 അതുവരെ എൻ്റെ സ്കാനിങ് കഴിഞ്ഞിട്ടാണ്. ഫൈനലി ഇപ്പം ഞാൻ വന്നത് സ്കാനിങ് കഴിഞ്ഞിട്ടാ. അപ്പോൾ നമ്മൾ സ്കാനിങ് കഴിഞ്ഞപ്പാട് കുറച്ച് നേരം 9:30 ആകുമ്പോഴത്തേക്ക് എൻ്റെ സ്കാനിങ് കഴിഞ്ഞു. അപ്പോൾ ആദ്യം റിപ്പോർട്ട് കിട്ടി, 10 മിനിറ്റ് കൊണ്ട് റിപ്പോർട്ട് കിട്ടിയിട്ടാ. സോ നമ്മൾ ഡോക്ടറിൻ്റെ അവിടെ പോകുമ്പോഴത്തേക്ക് ജസ്റ്റ് വെയിറ്റ് നോക്കാമെന്ന് പറഞ്ഞ് വെയിറ്റ് നോക്കി. അപ്പോഴത്തേക്ക് ഗേൾസ് ലോട്ട് റിപ്പോർട്ട് ചെയ്തതിന് 47 ഉണ്ട് ഗൈസ്.
42 ഉണ്ടായിരുന്നു. ജിമ്മിന് പോയിട്ട് നമ്മൾ 45 ആയി, ഇപ്പോൾ 47 ഉണ്ട് കേട്ടോ. എനിക്കൊരു 55 ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര ആവശ്യം. പക്ഷേ ഈ തടിയിൽ കാണില്ല 47 ഏടില്ലെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഏജിന് ഈ വെയിറ്റ് ഒട്ടും ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ടറിയാം. പക്ഷെ ഒരു 55 എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ലോട്ടറി അടിക്കും കേട്ടോ. സോ അതിന് ശേഷം ഉണ്ടല്ല ഡോക്ടർ 11:30 വരുന്നത് പറഞ്ഞത് കൊണ്ട് പൈച്ചിട്ട് കുടലൊക്കെ എത്തുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലേറ്റ് ആവും. പിന്നെ ഡോക്ടർ വൈകുന്നേരം വരും 5 മണിക്ക്. അപ്പോൾ വൈകുന്നേരം 5 മണിക്ക് പോകാമെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ നേരെ വന്നിട്ടാ. അങ്ങനെ ചായ എൻ്റെ ഡ്രോപ്പ് ആക്കി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മളെ കുട്ടപ്പനം കൂട്ടിയിട്ട് തട്ടിക്കൊണ്ട് എന്ത് വാശിന്നറിയാൻ ഉണ്ടായതോ എനിക്ക്. എന്നെ നീ തട്ടിയെങ്കിലേ ഞാൻ അടുത്തേക്ക് വരും, ഇല്ലെങ്കിൽ ഞാൻ വരത്തില്ല. ഞാൻ പറഞ്ഞു അല്ലോ എനിക്ക് കഴിഞ്ഞില്ല ഞാനോ എന്നല്ല പറയുമ്പോഴത്തേക്ക് അന്ന് മാമ തട്ടത്. ഞാൻ ഉമ്മാൻ്റെ കാലിൻ്റെ സ്കൂൾ പൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു സാരല്ല ഞാൻ എന്നെ തട്ടിക്കോളാം എന്ന് പറഞ്ഞു. എങ്ങനെയല്ലോ ആക്കി റോട്ടം അമ്മ ഞാൻ പറഞ്ഞു അല്ലോ ഞാനിപ്പോൾ പോവാല്ല എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ സാരല്ല അപ്പം ഞാൻ നടന്നോളും എന്ന് പറഞ്ഞു. ലാസ്റ്റ് റോട്ടുമെത്തും അതിനേക്കാൾ കുറച്ച് മുമ്പിൽ ഓന് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് സമാധാനമാണ് ഉണ്ടാട്ടീനോ നമുക്ക്. അത് പിന്നെ ഉണ്ടല്ലോ നമുക്കൊരു ദിക്കറുണ്ടായിന് കേട്ടോ. സോ ആടെ പോയിട്ടുണ്ടായിന്. പിന്നെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിച്ചാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്ന ടൈമല്ല. സോ ആടിന് കുറച്ച് അവന് കുസിത് കളിച്ചിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നമ്മൾ നേരെ മാമാൻ്റെ വീട്ടിലെത്തി. സത്യം പറഞ്ഞാൽ ഈടെത്തി പിന്നെ വ്ളോഗിൻ്റെ കഥ പറഞ്ഞിട്ടാ. എന്ന് വെച്ചെങ്കിൽ ഫാമിലി കുറച്ച് ആൾക്കാരുണ്ടായിന്. പിന്നെ എന്താ പിള്ളന്മാർ അയ്യാനോ കളിക്കുന്നത് നോക്കിക്കൊണ്ട് പിന്നെ എൻ്റെ വയറ്റിൽ നിന്ന് ഓരോരോ സൈഡിൽ നിന്ന് വേദന ഇളകിക്കൊണ്ട് അത് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ആക്കി ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് വ്ളോഗ് എടുക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മൾ ആടുന്ന് നേരെ വൈകുന്നേരം ആകുമ്പോൾ കഴിഞ്ഞിട്ടാ. സോ ഇവിടെ അയനെ കൂട്ടാതെ ഞാനും ഉമ്മയും പിന്നെ ഫാമിലി ഉള്ളവർ, അതായത് ആൻറ്റിയുടെ മക്കളെല്ലാം കുടിച്ച് നേരെ കുഞ്ഞുമാനെ വീട്ടിൽ പോകുന്നുള്ളത് കേട്ടോ അളിയനെ നോക്കാൻ. സോ അങ്ങനെ നമ്മൾ ആടെത്തിയിട്ടാകുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടാ. ഇത് വെച്ചെങ്കിലും ഉണ്ടല്ലോ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് ഫുൾ കൺഫ്യൂഷൻ കേട്ടോ. ഫോൺ എടുക്കാൻ തന്നെ എടുക്കും വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പോഴത്തേക്കും മറക്കും കേട്ടോ. പിന്നെ നമുക്ക് എന്തറിയില്ല എന്തെങ്കിലും ലോങ് വീഡിയോ പോസ്റ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിർബന്ധത്തിൽ ഉള്ളത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മറന്നു വന്നു. പക്ഷെ ഫോൺ എടുത്തിട്ട് വ്ളോഗ് എടുക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക്കിൽ മാറിപ്പോകുന്നത്. സോ അങ്ങനെ കുഞ്ഞുമാൻ്റെ അടുത്തിട്ട് കുറച്ച് നേരം ഫ്രൂട്ട്സ് എല്ലാം കഴിച്ചിട്ട് പിന്നെ അതാ കണ്ടത് നിങ്ങൾ അളിയാൻ്റെ ഗുളിക എത്ര ഉണ്ടെന്നറിയാം എൻ്റെ പൊന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വേറൊരു ഫാമിലിയുടെ വീട്ടിൽ പോയിട്ടുള്ളത് കേട്ടോ. ഒരു ആൻറ്റീൻ്റെ വീട്ടിൽ പോയിട്ടുള്ളത്. ആൻറ്റി തന്നെ ഉമ്മാൻ്റെ കസിനുള്ളത്. സോ അതിൽ നമ്മൾ ചായ കുടിച്ചിട്ട് നേരെ ഇറങ്ങിയിട്ടാ. സോ അയാനില്ലാത്ത കൊണ്ട് കൂളായിട്ട് പോകുന്നുണ്ട്, ഇല്ലെങ്കിൽ ഒരു യുദ്ധം കൈയ്യട്ടീനു. സോ നമ്മൾ നേരെ പോകുന്നില്ലത് ഇന്നും ഞാൻ പോകുന്നില്ലത് നമ്മൾ ഐഷാളിലും ആൻറ്റീൻ്റെ അവർ പോലായിട്ടാ. സോ അവർ വീട്ടിലിപ്പം നമ്മൾ ഇനി എന്താ പറയില്ലേ ഹോസ്പിറ്റലിൽ കാണിക്കണം. പിന്നെ എന്താ പറയില്ലേ നമ്മൾ ഗേറ്റിൽ കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ എന്താ പറയുക ഐഷാലെത്തിയിട്ട് നമ്മൾ ഡോക്ടറിനെ കാണിച്ചിട്ട് ഡോക്ടർ എന്തെല്ലാം പറയുന്നതെന്ന് വെച്ചെങ്കിൽ അതിനെ കൂട്ടാത്ത റീസൺ എന്ന് പറഞ്ഞെങ്കിൽ ഓന് ആടെ നമ്മളെ ഡോക്ടറിനെ കാണിക്കാൻ സമ്മതിക്കില്ല കേട്ടോ. ആടെ ഒന്നാമത് ഓനക്ക് കളിക്കേണ്ടത് ആടെ ഇടയിലുണ്ടാവും. അവൻ്റെ ബാക്കിൽ ഒരാൾ നമുക്ക് പറ്റില്ല. ഉമ്മാക്കും കഴിയില്ല എനിക്കും കഴിയില്ല. പക്ഷെ എനിക്ക് വയറുവേദന ഞാനൊരു സൈഡിലെങ്കിൽ ഉമ്മാനെ മുട്ടുകൊണ്ട് ഉമ്മാക്ക് കഴിയുന്നില്ല. സോ അങ്ങനെ ഉണ്ടല്ലോ ഓനെ കൂട്ടാത്തത് കേട്ടോ. അതുകൊണ്ട് ഓന് ആടെ ഓനിക്ക് അറിഞ്ഞിച്ചില്ല കേട്ടോ നമ്മൾ പോയത്. ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ ചെയ്യുക ഓനവിടെ കളിക്കുകയോ അല്ലെങ്കിൽ ഓന് പൊളന്നെങ്കിൽ അല്ല തീർന്ന് പിടിച്ചാൽ കിട്ടിയില്ല. അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മനോട് ഞാൻ അപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കിയത് അപ്പോഴത്തേക്കും ഉണ്ടല്ല ഓന് സെറ്റായിട്ട് ഓനക്ക് അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഹോസ്പിറ്റലിൽ എത്തിയിട്ടാകുമ്പോൾ ഡോക്ടർ വൈകുന്നേരം ലീവ് എന്ന് പറഞ്ഞ്. പിന്നെ അങ്കിളുണ്ട്, നമ്മളെ അങ്കിൾ ആടെ പണിയെടുപ്പിക്കുന്നുണ്ട് കേട്ടോ ഐഷാളിൽ. സോ ആടെ മാനേജറിനോട് പറഞ്ഞിട്ട് അവർക്ക് എൻ്റെ ഫയൽസിൻ്റെ ഡീറ്റെയിൽസ് അയച്ചിട്ട് ഡോക്ടറിനോട് അങ്ങനെ സംസാരിച്ചിട്ടാ. സോ അങ്ങനെ ആടെ നമ്മൾ നേരെ വിടുന്നുള്ളത് അയ്യനെ കൂട്ടാൻ വേണ്ടിയിട്ട്. ചെക്കനിക്ക് ഒന്നും അറിയില്ല കേട്ടോ. പോയിട്ട് എത്തുന്നവരെ നമ്മൾ ഉണ്ടോ ഇല്ലെന്ന് പോലും ഓനക്ക് അറിഞ്ഞിച്ച സംഭവം നമ്മൾ പോയതേ ഓനക്ക് അറിഞ്ഞിട്ടാ. അങ്ങനെ നമ്മൾ ആടുന്നുണ്ടല്ലോ റിട്ടേൺ പോകുമ്പോഴത്തേക്ക് അയ്യന് സംശയം ചോദിച്ചിട്ട് അമ്മി നീ എവിടെ പോയത്. അപ്പം ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് കഴിയുന്നില്ല, എനിക്ക് വയറ് വേദന എടുക്കുന്നത്. അയ്യോ ഇച്ചക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ബോധം കെടുത്തിട്ട് വീണിട്ടുള്ളത്. ഇച്ചക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ചു കുഞ്ഞോ ശരിക്കും ഉറങ്ങിന്ന്. അപ്പോഴത്തേക്ക് നമ്മൾ ഉമ്മ നമുക്ക് അയനെ പേരക്കാക്കി നമുക്ക് പോവാം. ഇല്ല ഇച്ചക്ക് കഴിയുന്നില്ല അതുകൊണ്ട് കടന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ട് വായിൽ സംസാരിക്കുന്നു. പക്ഷെ കണ്ണ് തുറക്കുന്നേ ഇല്ല കേട്ടോ. ഫുള്ള് ഡ്രാമ. ആരും മോനെ എൻ്റെ മോനല്ലേ കുറച്ച് ഡ്രാമ ഇപ്പം തന്നെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വ്ളോഗറായിട്ട് വരട്ടെന്ന്. അപ്പോൾ ഇനി ഞാൻ ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കുന്നു. ബൈ.